വളരെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദാൽ ഫ്രൈ ആണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഒരു ചട്ടി ചൂടായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. അതിലേക്ക് അതിന് ശേഷം നമ്മളൊരു 3/4 ടീസ്പൂൺ അളവിലുള്ള ചെറിയ ജീരകം ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കുക. കൂടെ 2 ചെറിയ വറ്റൽമുളക് ചേർക്കുക. ഒരു മീഡിയം സൈസ് സവോള ചേർക്കാം. കൂടെ ഒരു ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചേർക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ചേർക്കാം. കൂടെ 2-3 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം. ഇതൊന്ന് വഴറ്റി ഒരു ഉള്ളിയൊക്കെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളിയുടെ ഒപ്പം നമ്മൾ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ, നമ്മൾ നേരത്തെ പരിപ്പ് വയ്ക്കുമ്പോൾ മഞ്ഞൾ ഇത്തിരി ഇട്ടിട്ടാണ് പരിപ്പ് വെച്ചിട്ടുള്ളത്. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ, അധികം മുളക് പൊടി വേണ്ട, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർക്കാം. ഒന്ന് പച്ചമണം മാറി വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ദാൽ ഫ്രൈമ്പോൾ ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഈ വെജിറ്റബിൾ ഈ പറയുന്ന തക്കാളി ഉള്ളി ഒന്ന് വേവാനുള്ള ഇച്ചിരി ഉപ്പ് മാത്രം, അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമുള്ള കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ ഈ മുളകിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുക്കറിലിട്ട് 2 വിസിലാണ് ഞാൻ ദാല് വേവിച്ചിട്ടുള്ളത്. ആ ദാലും കൂടി നമുക്കിതിൽ ചേർക്കാം. ദാല് ചേർക്കുന്നതിന് മുമ്പ് കുറച്ച് കായപ്പൊടി, അധികം വേണ്ട, ഒരു ഇച്ചിരി കായപ്പൊടി കൂടി ചേർക്കുകയാണെങ്കിൽ ദാലിനൊരു വേറെ ടേസ്റ്റ്, നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമായിരിക്കും. കുറച്ച് ചേർത്താൽ മതി, ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അതുകൊണ്ട് ചേർത്ത് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ദാൽ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ എല്ലാവർക്കും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ദാൽ ഫ്രൈ ആണത്. ഇപ്പോൾ ദാൽ ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടൊരു ദാൽ ഫ്രൈ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോ വരയ്ക്കുന്നവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.